തിരുവനന്തപുരം കിളിമാനൂരിൽ SHO ഓടിച്ച വാഹനമിടിച്ച് വൃദ്ധൻ മരിച്ച സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിൽ. SHO P. അനിൽകുമാറിനോട് റൂറൽ SP മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഈ SHO ഓടിച്ച വാഹനം തന്നെയാണ് അപകടമുണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. 24 ആ ദൃശ്യമൊക്കെ പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോൾ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണോ? മനീഷ്, കേൾക്കാമോ? ഇത് സംബന്ധിച്ച് നിലവിൽ റൂറൽ SP ഇന്ന് DIGക്ക് റിപ്പോർട്ട് കൊടുക്കും. നിലവിൽ ഈ P. അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നുള്ള തെളിവുകൾ കിളിമാനൂർ പോലീസിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് അനിൽകുമാർ നിലവിൽ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്താണ്, ബാംഗ്ലൂരിലാണ്. അനിൽകുമാർ നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അനിൽകുമാറിന്റെ മൊഴി ഇങ്ങനെയാണ്. ഫോണിലൂടെയാണ് കിളിമാനൂർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. താൻ ഞായറാഴ്ച രാവിലെ മറ്റൊരു സുഹൃത്തിനൊപ്പം കാറിൽ പാറശാലയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് കിളിമാനൂരിൽ വെച്ച് ഈ വാഹനം ഇടിച്ചത്. ഇടിച്ച ശേഷം വാഹനം നിർത്തിയിരുന്നു. പക്ഷേ ഈ വാഹനം ഇടിച്ചിട്ട സമയത്ത് ഈ വാഹനം ഇടിച്ച ആൾ എഴുന്നേൽക്കുന്നത് കണ്ടു. അങ്ങനെ കാര്യമായ കുഴപ്പമില്ല എന്ന് കരുതിയാണ് വാഹനം നിർത്താതെ പോയി എന്ന മൊഴിയാണ് നിലവിൽ ഈ P. അനിൽകുമാർ കിളിമാനൂർ പോലീസിന് ഫോൺ മുഖേന നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം 1 മണിക്കൂറോളം സമയം, അതായത് 4 മണിക്കും പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം 6 മണിക്കാണ്, അതായത് 1 മണിക്കൂറിലധികം സമയം ഈ രാജൻ 59കാരൻ ഈ MC റോഡിൽ അവിടെ രക്തം വാർന്നു കിടന്നു. പിന്നീട് പോലീസ് എത്തിയാണ്, നാട്ടുകാർ നൽകിയ വിവരമനുസരിച്ച് കിളിമാനൂർ പോലീസ് എത്തിയാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ രാജനെ എത്തിച്ചത്. അപ്പോഴേക്കും രാജൻ മരിച്ചു. നിലവിൽ ഈ വാഹനം, അതായത് ഇദ്ദേഹത്തിന്റെ വീട് കിളിമാനൂരാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിന്റെ. ആ വീട്ടിൽ നിന്നും മാരുതി 800 വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനത്തിന്റെ ഇടതുവശത്തെ കാറിന്റെ ചില്ലുകൾ നശിച്ചിരുന്നു, അത് നഷ്ടപ്പെട്ടിരുന്നു. അത് പിന്നീട് പുനഃസ്ഥാപിക്കുകയും അങ്ങനെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തി. അതുകൊണ്ട് ഈ കാർ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ സംസ്ഥാനത്തിന് പുറത്തൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയ അനിൽകുമാറിനെ ഉടൻ തന്നെ റൂറൽ SPക്ക് മുമ്പാകെ ഹാജരാക്കാൻ നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ റൂറൽ SP ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DIGക്ക് നൽകും. അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടി ഇന്ന് തന്നെ ഉണ്ടായേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ, ഇവിടെ ഈ വാഹനം നിർത്താതെ പോയി എന്നുള്ളതാണ്. അതായത് സാധാരണ ഇങ്ങനെയുള്ള വാഹന അപകടങ്ങളിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയായിരിക്കും പോലീസ് കേസെടുക്കുക. അതുകൂടി ജാമ്യമില്ലാത്ത കേസാണ്. പക്ഷേ ഇവിടെ ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ നൽകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരത്തിലൊരാളെ വാഹനം അമിത വേഗത്തിൽ അലക്ഷ്യമായ വാഹനം ഓടിച്ച് അവിടെ ഇട്ട ശേഷം നിർത്താതെ പോയി അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തും. അനുജ, SHO ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കാർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.